നമസ്കാരം. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾക്കൊപ്പം ഡോക്ടർ അരുൺ കുമാർ ഇന്ന് പത്തനംതിട്ടയിൽ നിന്നാണ് ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമുക്കൊപ്പം മീറ്റ് ദ എഡിറ്റേഴ്സിൽ പങ്കെടുക്കുന്നത്. സ്വാഗതം ഡോക്ടർ അരുൺ. ഇന്നത്തെ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിൽ കോൺഗ്രസ് CPIM വാക്പോര് രൂക്ഷമാകുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രാഹുൽ ഗാന്ധിയുടേത് മതനിരപേക്ഷ മനസ്സാണോ സംഘപരിവാർ മനസ്സാണോ എന്ന് വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ ആരെയും ഭയമില്ല എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി. കേരളം കടന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് മറക്കരുതെന്ന് സീതാറാം യെച്ചൂരി ഓർമ്മപ്പെടുത്തുന്നതും നമ്മൾ ഇന്ന് കണ്ടു. മുഖ്യമന്ത്രി കസവ് കെട്ടിയ പേടിത്തൊണ്ടനെന്നായിരുന്നു VD സതീശന്റെ പരിഹാസം. ഇന്നത്തെ ചോദ്യം, മുന്നണി മര്യാദ ലംഘിച്ചോ? ഡോക്ടർ അരുണിൽ നിന്ന് തുടങ്ങാം. ഡോക്ടർ അരുൺ, ഇന്നത്തെ പത്തനംതിട്ടയിലെ വൈകുന്നേരം ചർച്ചയ്ക്കിടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടായിരുന്നല്ലോ. എന്ത് തോന്നുന്നു? ഈ പ്രതികരണങ്ങൾ തീരുന്നില്ല, അത് ഇങ്ങനെ അവസാനം കൊട്ടിക്കലാശം വരെ തുടരാനുള്ള ഒരു പ്ലാനിലാണ് നേതാക്കളെന്ന് തോന്നുന്നു. മുന്നണി മര്യാദ ലംഘിക്കുന്നില്ലേ? തീർച്ചയായിട്ടും സുജയ, മുന്നണി മര്യാദ ലംഘിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുക. അത് എന്തെന്ന് ഞാൻ വിശദമാക്കാം. ഈ കൊയിലേഷൻ ധർമ്മ എന്നൊരു പദപ്രയോഗം ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമ്മൾ കേട്ടത് ഒരുപക്ഷെ കൊയിലേഷൻ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന 1996 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്താണെങ്കിലും ആ പദത്തെ കൂടുതൽ പ്രചാരത്തിലെത്തിച്ചത് വാജ്പേയിയാണ്. ആ കൊയിലേഷൻ ധർമ്മയിലെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പാർലമെന്റിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ വിവിധ ഘടകകക്ഷികളുമായി പരസ്പരം കൊണ്ടും കൊടുത്തും കോംപ്രമൈസ് ചെയ്തും എങ്ങനെയാണ് ഒരു അലയൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ്. പിന്നീട് മൻമോഹൻ സിംഗ് ഈ കൊയിലേഷൻ ധർമ്മയെ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായി അഴിമതിയുടെ ആരോപണങ്ങൾ തങ്ങളുടെ ഘടകകക്ഷികൾക്കെതിരെ വരുമ്പോഴും ചിലപ്പോഴൊക്കെ കൊയിലേഷൻ ധർമ്മയുടെ സമ്മർദ്ദത്തിൽ താനാകുന്നു എന്ന നിലപാട് അന്ന് അടൽ ബിഹാരി വാജ്പേയിയും പിന്നീട് വന്ന മൻമോഹൻ സിംഗും തങ്ങൾക്കൊപ്പമുള്ള കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഘടകകക്ഷികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ കൊയിലേഷൻ ധർമ്മയാണെന്ന് പറഞ്ഞിരുന്നു. അന്നവർ ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് തങ്ങൾക്കൊപ്പം ഒരു ഭരണവ്യവസ്ഥയിൽ കൂടെ നിൽക്കുന്ന മുന്നണിയിലെ സഖ്യകക്ഷികളെ പിണക്കാതിരിക്കാനുള്ള ഒരു ഔചിത്യം അവർ കാട്ടുന്നു എന്നതാണ്. പല വിഷയങ്ങളിലും ആ ഔചിത്യം പല കാലഘട്ടങ്ങളിലും കാട്ടിയിട്ടുള്ളത് തകരുമ്പോഴാണ് അവർ കൊയിലേഷനിൽ നടന്നു പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ മുന്നണി മര്യാദ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊയിലേഷൻ ധർമ്മയാണെങ്കിൽ ഒരു പ്രധാന പ്രശ്നമുള്ളത് ഇന്ത്യ മുന്നണി കേരളത്തിലില്ല എന്നുള്ളതാണ് നമ്പർ 1. അപ്പോൾ അതിനകത്തൊരു അലയൻസ് ഇല്ല, ഒരു പൊളിറ്റിക്കൽ അലയൻസ് എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയെ കാണാൻ കഴിയില്ല. പകരം ഞാനതിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു മനോനില ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന നിലയിലാണ്. അഥവാ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അറേഞ്ച്മെന്റ് മാത്രമേ ആയിട്ടുള്ളൂ, അത് അലയൻസായി ഇനിയും പരിണമിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയമായ ഒരു സാഹചര്യം ഒരു മുന്നണിയായിട്ട് മാറുന്നതിന് വേണ്ടുന്ന അടിസ്ഥാനമായ 2 ഘടകങ്ങളിൽ ഒന്നായിട്ടുണ്ട്. അത് ഏകോപന സമിതിയാണ്. ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പക്ഷേ CPM അംഗമല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമാണ്. നോക്കൂ, നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ഇന്ത്യയിലെ സഖ്യകക്ഷികൾക്കും എല്ലാ മുന്നണികൾക്കും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ അലിഖിതമായ കോമൺ മിനിമം പ്രോഗ്രാം ഒരൊറ്റ കോമൺ മിനിമം പ്രോഗ്രാമാണ്. എന്താണ് ആ കോമൺ മിനിമം പ്രോഗ്രാം? ആ പേര് സൂചിപ്പിക്കുന്നതിന് പിന്നിലൊരു പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ടെങ്കിലും അത് അധികാരത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കുക എന്ന് പറയുന്ന BJP വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ചേരി മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ ചേരിയും ഒരു രാഷ്ട്രീയ മുന്നണിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനങ്ങളാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഇനി കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലെങ്കിലും ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുകയും അതേ നിലപാട് തറയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയായ CPMന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല അന്വേഷണ ഏജൻസികൾ? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല അന്വേഷണ ഏജൻസികൾ എന്ന് ചോദിക്കുന്നത് അതേ നിലപാട് തറയുടെ ക്യാപ്റ്റനായി കരുതുന്ന രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ സ്വന്തം ടീം അംഗങ്ങളിൽ ഒരാളെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ആ ടീം പിന്നെ എങ്ങനെയാണ് നന്നായി പെർഫോം ചെയ്യുക എന്ന മറു ചോദ്യമാണ് CPM ഇപ്പോൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് ആദ്യം രാഹുൽ ഗാന്ധിയാണ് ഉയർത്തിയത്. കണ്ണൂരിലും പാലക്കാടും വന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. അത് പിണറായി വിജയൻ ഉന്നയിച്ച ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രണ്ടും 2 രീതിയിൽ തന്നെ കാണണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ മുന്നണി മര്യാദ ലംഘിച്ചിരിക്കുന്നത് CPM അല്ല, പകരം കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയുടെ അപക്വമായ പ്രതികരണമാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്നാൽ CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ്.
ആ രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്നിതായിരുന്നു, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചരണത്തിന് വരുമ്പോൾ ലീഗിന്റെ പച്ചപ്പതാകയും സ്വന്തം ത്രിവർണ്ണ പതാകയും ഉയർത്താൻ പോലും കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നത്? അങ്ങനെ ലീഗിന്റെ പതാക പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിനു വേണ്ടി പാർലമെന്റിൽ ശക്തമായ നിലപാടെടുക്കാൻ സാധിക്കുക? നമ്പർ 1. നമ്പർ 2, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി CA അടക്കമുള്ള വിഷയത്തിൽ ഒരു തുറന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിലോ അതല്ലെങ്കിൽ ഭാരത് ജോഡോ ന്യായയാത്ര സമാപിക്കുമ്പോഴോ എന്തുകൊണ്ടാണ് രംഗത്ത് വരാത്തത്? ശരിയാണ്, ഭാരത് ജോഡോ ന്യായയാത്ര കഴിഞ്ഞതിനു ശേഷമോ ഈ പ്രകടന പത്രിക വരുന്ന ഘട്ടത്തിലോ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന വേളയിലോ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി തങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കും എന്ന വാചകം ഉൾക്കൊള്ളിക്കാതെ പകരം ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് തികച്ചും അവ്യക്തമായി ജനറലൈസ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റിൽ അത് ഒതുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? ഇതാണ് രണ്ടാമത്തെ രാഷ്ട്രീയ ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത്. NIA അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അതേപോലെ രാമക്ഷേത്രം നിർമ്മിച്ചതിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രമേയം പാർലമെന്റിൽ പാസാക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്നതാണ് അടുത്ത രാഷ്ട്രീയ ചോദ്യം. അപ്പോൾ നിരന്തരമായി ഇത്തരം രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയമായ മറുപടിയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മറുപടി രാഷ്ട്രീയമായ മറുപടി അല്ല എന്നാണ് എന്റെ പക്ഷം. അത് രാഷ്ട്രീയമായ അപക്വമായ മറുപടിയാണ്. അതൊരു മുന്നണിയിൽ ഇല്ലെങ്കിൽ പോലും ഒരു നിലപാട് തറയിൽ നിൽക്കുന്ന തങ്ങളുടെ പ്രധാനപ്പെട്ട കക്ഷിയെ രാജസ്ഥാനിൽ ഷിക്കാർ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുത്തത് ഇതേ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. ഇതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് ഡെണ്ടിഗളിൽ പിന്തുണയ്ക്കുന്നത്. ഇതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് തെലങ്കാനയിൽ പിന്തുണയ്ക്കുന്നത്, ബീഹാറിൽ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ ഒരേ നിലപാട് തറയിൽ നിൽക്കുന്ന സഖ്യകക്ഷികളാണെന്നത് മറന്ന് പിണറായി വിജയൻ ചോദിച്ച രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല എന്നതാണ്. ആ ചോദ്യം തികച്ചും അപക്വമായ ചോദ്യമാണ്. കാരണം അന്വേഷണ ഏജൻസികൾക്കെതിരെ പണ്ടും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടും കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ കോൺഗ്രസിന് മറ്റൊരു നിലപാടും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചർച്ചയിലൊക്കെ ചോദിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ പറയുന്നത് കേരളത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഇവിടെ അന്വേഷണ ഏജൻസി വരുന്നതിൽ തരക്കേടില്ല എന്നാണ്. പക്ഷേ ഇതേ കോൺഗ്രസ് ആണ് ഡൽഹിയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ എതിരെ അന്ന് മനീഷ് സിസോദി അറസ്റ്റിലാകുമ്പോൾ, ഉപമുഖ്യമന്ത്രി അറസ്റ്റിലാകുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാതെ പോകുന്നതെന്ന് ചോദിച്ചത് ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് CBI ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്യുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് എന്ന് പ്രതിഷേധിക്കുകയും ചെയ്തൊരവസ്ഥ. സമാനമായ രീതിയിൽ കേരളത്തിലും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ED ചോദ്യം ചെയ്യാത്തത്? അത് നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിന്റെ ഡീലിന്റെ ഭാഗമാണ് എന്ന രീതിയിലാണ് അതിനെ വിവക്ഷിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയമായ ഒരു പക്വതയില്ലായ്മയാണ്. കാരണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുക സാധ്യമല്ല. നിങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് EDയും CBIയും അന്വേഷണ ഏജൻസിയും ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്നാണ് നിലപാടെങ്കിൽ ആ ഒറ്റ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ചില എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവാം. ഇന്നിപ്പോ പ്രിയങ്ക ഗാന്ധി പറഞ്ഞല്ലോ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല? എന്താണ് പ്രിയങ്ക ഗാന്ധി ഉദ്ദേശിച്ചത്? സ്വർണ്ണക്കടത്തു കേസ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലായ ഒരു കേസാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ, കേന്ദ്ര കസ്റ്റംസിന്റെ ഒക്കെ കൺമുന്നിലൂടെ നടന്നൊരു വെട്ടിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തതിനും അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോകാൻ അന്വേഷണത്തിന് സാധിക്കാത്ത ഘട്ടത്തിലാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് പോലും സർക്കാരിലേക്ക് അടുക്കാൻ കഴിയാത്ത ഘട്ടത്തിലാണ് അന്വേഷണം പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതറിയാതെ അല്ലല്ലോ നമ്മൾ തള്ളിക്കളഞ്ഞ സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും തള്ളിക്കളഞ്ഞ ലൈഫ് മിഷൻ കേസാണെങ്കിലും അത് വീണ്ടും പ്രിയങ്ക ഗാന്ധി കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുന്നണി മര്യാദയുടെ ലംഘനം മാത്രമല്ല, അത് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന രാഷ്ട്രീയ ഔചിത്യമില്ലായ്മ കൂടിയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കരുവന്നൂരിന്റെ വിഷയത്തിലോ എക്സാലോജിക് വിഷയത്തിലോ CPM-ന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലല്ല ഞാനിത് പറയുന്നത്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഒരു അന്വേഷണ ഏജൻസി തിടുക്കപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാൻ വരുമ്പോൾ നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾ തോറും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുക സാധ്യമല്ല. അങ്ങനെ നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവസരവാദപരമായ സമീപനം എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അത് പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസമാണ്. അതൊരു കാരണവശാലും പക്വമായ രാഷ്ട്രീയ തീരുമാനമോ അതൊരു മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദ പാലിക്കുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികതയോ അല്ല. അതുകൊണ്ട് തന്നെ മുന്നണിയുടെ രാഷ്ട്രീയ ധാർമ്മികത യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ഞാൻ പറയും.
ഓക്കെ, ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതിനോട് ഉണ്ണിസാറിന്റെ മറുപടിയിലേക്ക് നമുക്ക് വരാം. കാരണം ഈ മുന്നണി മര്യാദ എന്ന് പറയുന്നത് ആ ഒരു മുന്നണിയെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് വേണമല്ലോ പറയാൻ. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിർത്തുമെന്ന് കരുതിയിടത്തു നിന്ന് ഇനി അങ്ങോട്ട് ഇത് തന്നെ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വാക്പോര്? ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാ നേതാക്കളും കളത്തിലുണ്ട്. പ്രിയങ്ക ഗാന്ധി വരെ ഇറങ്ങിക്കഴിഞ്ഞു. നോക്കൂ, കേരളത്തിൽ മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് LDFിൻ്റെ ഘടകകക്ഷികളാണ് CPMും CPIയും. ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതൊരു പരസ്യമായ വിഴുപ്പലക്കിലേക്ക് പോവുകയും ചെയ്താൽ നമ്മൾ പറയും LDFിലെ ഘടകകക്ഷികൾ മുന്നണി മര്യാദ ലംഘിച്ചുവെന്ന്. അതുപോലെ തന്നെയാണ് UDFിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിലൊരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. അതൊരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്കോ പരസ്യമായ വിഴുപ്പലക്കലിലേക്കോ പോയാൽ നമ്മൾ പറയും കോൺഗ്രസും ലീഗും മുന്നണി മര്യാദ ലംഘിച്ചുവെന്ന്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണി അല്ല മത്സരരംഗത്തുള്ളത്. നേരത്തെ അരുൺ അത് വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണി രൂപീകരിച്ച വേളയിൽ തന്നെ ആ മുന്നണി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്നാണ്. അപ്പോൾ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴാണ് കോൺഗ്രസും CPMും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെലുവാരി എറിയുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് പറയാം ആ മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ LDFും UDFും മുഖാമുഖം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നത്. ആ രാഷ്ട്രീയ മത്സരത്തിൽ സ്വാഭാവികമാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. സുജയ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യതയും. ഇവിടെ എന്താ അടിസ്ഥാന പ്രശ്നം എന്താണ്? ആരാണ് മോദിയെ വിമർശിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് സംബന്ധിച്ചാണല്ലോ തർക്കം. അത് ഞങ്ങളാണ് എന്ന് കോൺഗ്രസ് പറയുന്നു, അല്ല ഞങ്ങളാണ് എന്ന് LDF പറയുന്നു. ഇതൊരു വളരെ ആരോഗ്യകരമായ സംവാദമല്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും അധികം എതിർക്കപ്പെടേണ്ട വ്യക്തിയും രാഷ്ട്രീയവുമാണ് മോദിയും BJPയും എന്ന കാര്യത്തിൽ കേരളത്തിലൊരു സംശയവും ആർക്കുമില്ല. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുന്നണികൾ പരസ്പരം അക്കാര്യത്തിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമായിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി മോദിയെ എതിർക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ 2 മുന്നണികളുടെയും വാഗ്വാദങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. അത് നിശ്ചയമായും കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായൊരു വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് ആര് കൈക്കലാക്കുന്നു എന്നതിനെ ആസ്പദിച്ച് തന്നെയാണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വിജയ പരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മോദി വിമർശനത്തിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് തമ്മിലുള്ള മത്സരത്തിൽ LDFും അതുപോലെ തന്നെ UDFും ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം മുതൽ തന്നെ പിണറായി വിജയനും CPMും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം CAA വിഷയമാണ്. ആ CAA വിഷയത്തിൽ വ്യക്തമായൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം ഈ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിൽ CPMും LDFും പ്രചാരണ വിഷയമാക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളാണ് കൂടുതൽ മോദി വിരുദ്ധർ. എന്തുകൊണ്ട്? മോദിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അന്യവൽക്കരിക്കുന്ന പുറത്താക്കുന്ന രാഷ്ട്രീയമാണെന്നും അതുകൊണ്ട് ഞങ്ങളാണ് മോദിയെ എതിർക്കുന്നതെന്നും വരുത്തി തീർക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന UDFിനും എത്തിച്ചേരേണ്ടി വരും. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പരിസരത്തിൽ നിന്നുകൊണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് LDFും UDFും ഇപ്പോൾ ഈ പറയുന്ന മോദി വിരുദ്ധത കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നത്. എന്നാൽ ഈ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും മോദി വിരുദ്ധ നിലപാടിനെ BJP വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കകൾ കേരളത്തിൽ ആർക്കുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദേശീയ തലത്തിലുമില്ല. കാരണം ഒരു കാരണവശാലും BJPയും കോൺഗ്രസും ചേർന്നൊരു സർക്കാർ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ BJPയും CPMും ചേർന്നൊരു സർക്കാർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസും CPMും മോദി വിരുദ്ധതയുടെ കാര്യത്തിലാണെങ്കിലും BJP വിരുദ്ധതയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ ചരിത്രം കൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക്, കേരളത്തിലെ ജനതയ്ക്ക് നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത് ഞങ്ങൾ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഭാഗത്ത് നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, 2004 സാഹചര്യം വെറുതെ ഒരിക്കൽ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. എന്താ സംഭവിച്ചത്? 2004 61 സീറ്റാണ് 2004 CPMനും ഇടതുപക്ഷത്തിനും കൂടി ലഭിച്ചത്. അതിൽ 57 സീറ്റുകളും ഇടതുപക്ഷം വിജയിച്ചത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. എന്നിട്ട് 2004 സംഭവിച്ചത് എന്താ? കോൺഗ്രസിനെ അധികാരത്തിലേറ്റി എന്നുള്ളതാണ്. കോൺഗ്രസിനെ UPA അധികാരത്തിലേറ്റാൻ പുറത്തുനിന്ന് പിന്തുണച്ച പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികൾ. എല്ലാ സ്ഥലത്തും ഇടതുപക്ഷ പാർട്ടികൾ അക്കാലത്ത് നേരിട്ടത് കോൺഗ്രസിനെ തന്നെയായിരുന്നു, പരാജയപ്പെടുത്തിയതും കോൺഗ്രസിനെ തന്നെയായിരുന്നു. കേരളം എന്താ ജനങ്ങളെല്ലാം വിചാരിച്ചു ഞങ്ങളെ മണ്ടന്മാരാക്കി കളഞ്ഞുവെന്ന്? അല്ല, അതിന് കൈയടിക്കുകയാണ് കേരളം ചെയ്തത്. എന്തുകൊണ്ടാണ്? BJP സർക്കാരിനെ, വിഭാഗീയതയുടെ ആശയത്തെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി അന്ന് UPA പിന്തുണയ്ക്കുവാനുള്ള നിലപാടെടുത്തത് ഈ പറയുന്ന ഇടതുപക്ഷമാണ്. അവരാ മന്ത്രിസഭയിൽ അംഗമായിട്ടില്ല കേട്ടോ. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് സോമനാഥ് ചാറ്റർജിയെ നിർദ്ദേശിച്ചു എന്നതൊഴിച്ചാൽ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം പങ്കുവയ്ക്കാൻ ഇടതുപക്ഷം പോയിട്ടില്ല എന്നൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. ഇനി ഞാൻ 2016 വരാം. നേമത്ത് എന്താന്നേ സംഭവിച്ചത്? നേമത്ത് സംഭവിച്ചത് അന്ന് ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ സുരേന്ദ്രൻപിള്ള UDF അവിടെ മത്സരത്തിലിറക്കി 13,860 വോട്ടേ കിട്ടിയുള്ളൂ. അന്ന് 67,000 വോട്ടിന് അവിടെ വിജയിച്ചത് O രാജഗോപാലാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യം പഴികേട്ടത് കോൺഗ്രസ് ആണ്.
വിരുദ്ധമാണ് എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോരുത്. ഞാൻ പറയുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ മോദി വിരുദ്ധതയെ സംബന്ധിച്ച് ഇനി നമ്മൾ ഈ സ്വർണ്ണത്തിൽ ചെമ്പ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ ഉരച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മോദി വിരുദ്ധമാണ്, BJP വിരുദ്ധമാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. അവരെ തന്നെയാണ് ദേശീയ രാഷ്ട്രീയം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. ഈ പറയുന്ന 2024 ഒരു ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ദേശീയ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ഒരു ഒളിയമ്പുണ്ട്. അതെന്താണ്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴും പ്രിയങ്ക ഗാന്ധി സംസാരിക്കുമ്പോഴും ഒരു ഒളിയമ്പ് പിണറായി വിജയനെതിരെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ CPM-നെതിരെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ LDF സർക്കാരിനെതിരെ പോകുന്നുണ്ട്. ആ ഒളിയമ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം? ഇപ്പോൾ പിണറായി വിജയൻ നേരിടുന്ന ഒരു ആക്ഷേപമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ SFIയുടെ അന്വേഷണം നേരിടുന്ന ഒരാളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സർക്കാർ പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ഇപ്പോൾ ലൈഫ് മിഷൻ കേസാണെങ്കിലും സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ആ അന്വേഷണങ്ങളെ ഭയക്കുന്ന പിണറായി വിജയനും CPM സർക്കാരും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായിരിക്കുന്നു എന്നൊരു വ്യാഖ്യാനത്തിന് ഇടവരുത്തുന്ന പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വ്യാഖ്യാനം കൊണ്ടെത്തിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഈ പറയുന്ന BJPയുടെ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനോട് വിട്ടുവീഴ്ച ചെയ്താൽ BJPക്ക് കിട്ടാവുന്ന ഗുണമെന്താ? ഗുണം രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിലൊരു നേട്ടം ഉണ്ടാകുമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ CPM-ഉം ഇടതുപക്ഷവും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് BJPയെ ജയിപ്പിക്കുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കേരളത്തിന് ഇനി ഉണ്ടാകാനുണ്ടോ? കാരണം കേരളത്തിലെ ഈ പറയുന്ന എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയുമാണ് LDF എന്ന് പറയുന്നത്. അവർക്ക് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് മുന്നണിയോട് വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ അവിശ്വാസ്യതയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 91 നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണെന്നേ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ആശങ്കയോടെ നോക്കിയിട്ടുള്ളത് ഈ പറയുന്ന സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിട്ടുള്ള UDF-നാണ്. എന്നാൽ LDF-ൻ്റെ ഈ പറയുന്ന BJP വിരുദ്ധ ഹിന്ദുത്വ വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയുള്ള ആശങ്കകളില്ല, സംശയങ്ങളില്ല. ആ വിഭാഗത്തെ അകറ്റുന്ന എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിൽ CPM-ന് പോകാൻ കഴിയില്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന പ്രസ്താവനകളൊന്നും കേരളം അതിൻ്റെ മുഖവിലേക്ക് എടുക്കും എന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അടിസ്ഥാനപരമായി LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ LDF-ന് UDF-നെയും UDF-ന് LDF-നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കേണ്ടി വരും. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ആക്രമണത്തിൻ്റെ മൂർച്ച കൂടുകയുള്ളൂ. വരും ദിവസങ്ങളിൽ സുജയ് ചോദിച്ചതുപോലെ വീണ്ടും വീണ്ടും മുനകൂർപ്പിച്ചുള്ള ആക്രമണങ്ങൾക്ക് തന്നെയായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക. പക്ഷേ കേരളം തിരഞ്ഞെടുക്കുന്നത് ഐദർ LDF ഓർ UDF എന്നുള്ളതാണ്. ആ ചോയ്സിലാണ് കേരളമുള്ളത്. ആ ചോയ്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ 20 MP-മാരും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും ഒന്നിച്ച് നിന്ന് തന്നെ കാക്കും എന്ന ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മാത്രം ഭൂമിശാസ്ത്രത്തിനകത്ത് നിൽക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ സംവാദങ്ങളും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതുതന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മോദി വിരുദ്ധതയുടെ പേരിലുള്ള ഈ തർക്കത്തെ വലിയ പ്രാധാന്യത്തോടുകൂടി കേരളീയർ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവരുടെ വോട്ട് ഈ പറയുന്ന ജനാധിപത്യത്തിനും മതേതരത്തിനും വേണ്ടിയിട്ടായിരിക്കും. അവിടെ ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ വളരെ അകലത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമായിട്ട് BJP-യും NDA-യും മാറും. BJP-യും NDA-യും എന്നൊക്കെ പറയുമ്പോൾ NDA-യിൽ ഈ പറയുന്ന ഒരു ഘടകകക്ഷിയുള്ളത് BDJS ആണ്. ആ BDJS-ന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥയാണ്. അപ്പോൾ BJP തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒറ്റയ്ക്ക് പോരാടുന്നത്. അവരൊരു ചെറിയ ശക്തിയായൊന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല. 4-5 മണ്ഡലങ്ങളിൽ അവർ നല്ല ഫൈറ്റ് കാഴ്ചവെക്കുമെങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് LDF-നും UDF-നും ഇടയിലായതുകൊണ്ട് അവരാ രാഷ്ട്രീയ ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കും. കേരളത്തിൽ അതിനെയും ഇനിയും മുഴങ്ങിക്കേൾക്കും. പക്ഷേ അത് കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവത്തെയാണ് ഉയർത്തി കാണിക്കുന്ന ഒരു ആരോഗ്യകരമായ സംവാദമായി അതിനെ മനസ്സിലാക്കിയാൽ മതിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നടക്കുന്നത് ഒരു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. അതുകൊണ്ട് LDF UDF പോരാട്ടം എന്നുള്ളതിനേക്കാളും ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്ന പോരാട്ടമാണ് 543 ലോക്സഭാ സീറ്റുകളിലേക്ക് നടക്കുന്നത് എന്നുള്ളത് ഉണ്ണിസാറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. 543 സീറ്റുകൾ എടുക്കുമ്പോൾ അവിടെ ഇടതുപക്ഷം LDF എന്ന് പറഞ്ഞ ഈ വിശാലാർത്ഥത്തിൽ പറയുന്ന കക്ഷി എവിടെ നിൽക്കുന്നു, BJP എവിടെ നിൽക്കുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ വിശാലാർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്ന ഈ ഫൈറ്റിനെ, ആ ഫൈറ്റിനിടയിൽ ഇരു മുന്നണികൾക്കിടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ മുന്നണി മര്യാദ ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു മുന്നണിയായി ഇതുവരെ മാറാത്ത ഒരു സംവിധാനമാണ്. ഇന്ത്യ എന്നൊരു പേരിട്ടു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ മുന്നണിയെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ കോൺഗ്രസിനെ നമ്മൾ കണ്ടു. എന്നിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയിട്ട് വല്ലോ നേടിയോ? ഒന്നും നേടിയതുമില്ല. തോറ്റ് തിരിച്ചു വന്ന് നമുക്ക് മുന്നണി ഉണ്ടാക്കണ്ടേ, അന്ന് വൈകിട്ട് തന്നെ വിളിക്കുകയാണ് എല്ലാവരെയും, നമുക്കൊന്ന് ഇരിക്കണ്ടേ, നമുക്ക് മുന്നണിയൊന്ന് സജീവമാക്കണ്ടേ എന്ന് പറയുന്ന
സ്വാർത്ഥതയുടെ പര്യായമായ കോൺഗ്രസ്, ആ കോൺഗ്രസിന് ഒരു മുന്നണിയൊന്നും മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തെക്കുറിച്ചാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് പറയുന്നത്. ഉണ്ണി സാർ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. കേരളത്തിൽ ഇന്ത്യ മുന്നണിയില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഇന്ത്യ മുന്നണി നിൽക്കുന്നത് അത് ഒരു സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു മുന്നണിയാണ്. പ്രത്യേകിച്ചും അത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ആരൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്നുള്ളത്, ആരൊക്കെ മറുഭാഗത്തേക്ക് പോകുമെന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നമ്മൾ കണ്ടു. സ്ഥാനത്തേക്ക് പ്രൊജക്ട് ചെയ്തിരുന്ന ഈ മുന്നണി ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത നിതീഷ് കുമാർ ഇപ്പോൾ മത്സരിക്കുന്നത്, പ്രചാരണം നടത്തുന്നത്, ഒന്നിച്ചു നിൽക്കുന്നത് NDAയുടെ ഭാഗമായാണ്. അതാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു കിടപ്പ്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ CAAയിൽ മൗനം പാലിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പിണറായി വിജയൻ. ആവർത്തിച്ച് ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു. രാഹുൽ ഗാന്ധി ലോകകാര്യങ്ങളെല്ലാം ഭാരത് ജോഡോ യാത്രയിൽ, ഭാരത് ജോഡോ ന്യായ് യാത്രയിലൊക്കെ സംസാരിച്ചു. പക്ഷേ CAAയെക്കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ലേ, എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് എന്നുള്ള പിണറായി വിജയന്റെ വിമർശനത്തിന് മറുപടി പറയുന്നത് രാഹുൽ ഗാന്ധിയല്ല, പ്രിയങ്ക ഗാന്ധിയാണ്. പത്തനംതിട്ടയിൽ വന്നിട്ട് പ്രിയങ്ക ഗാന്ധി അങ്ങ് അനൗൺസ് ചെയ്യുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA റദ്ദാക്കും. അത് ഒരു മുന്നണിയുടെ തീരുമാനമാണോ, ഇന്ത്യ മുന്നണിയുടെ തീരുമാനമാണോ, കോൺഗ്രസിന്റെ തീരുമാനമാണോ? കോൺഗ്രസിന്റെ മറ്റു നേതാക്കളൊക്കെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഇതുവരെ മടിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ പിണറായി വിജയൻ തട്ടി ഉണർത്തേണ്ടി വന്നു. അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്ക് വന്ന് കേരളത്തിൽ വന്ന് പറയേണ്ടി വന്നത്. അതിന്റെ കൂടെ കരയുന്നുമുണ്ട്, എന്റെ സഹോദരനെ ഉപദ്രവിക്കുന്നു, എന്റെ സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ. അഭിപ്രായം ചോദിച്ചപ്പോൾ അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് വീണ്ടും കോട്ട് ചെയ്യുന്നുണ്ട്, രാത്രി ആലോചിച്ചിട്ട് പറയാമെന്ന്. MV ഗോവിന്ദൻ ഇന്ന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്നൊന്നുണ്ടെങ്കിൽ ആ മുന്നണിയിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ, ആ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് രാഹുൽ ഗാന്ധി എങ്കിൽ, രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ത്, ചോദ്യം ചെയ്യാത്തതെന്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ മുന്നണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നിച്ചു നിൽക്കുന്ന കൂട്ടുകാരാകുമ്പോൾ പോലും ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തില്ല, ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ. അപ്പോൾ ഒരു ആത്മാർത്ഥതയുള്ള ഒരു സൗഹൃദം പോലുമില്ല പിണറായി വിജയനോട് രാഹുൽ ഗാന്ധിക്ക്. അതാണ് ഈ നടപടിയിൽ നിന്ന്, ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുന്നണിയൊക്കെ മാറി നിൽക്കട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോലും കഴിയില്ല രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. 2023 സെപ്റ്റംബർ 18 CPIM തീരുമാനിച്ചത് എന്താണ്? ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ CPIM ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് പൊളിറ്റ് ബ്യൂറോയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് അവരെത്തുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്, KC വേണുഗോപാൽ അടക്കം അംഗമായ ഏകോപന സമിതിയിലേക്ക് ഞങ്ങളില്ല. അപ്പോൾ ഏകോപന സമിതിയിൽ പോലും ഉൾപ്പെടാത്ത CPIM, ഉണ്ണിസാർ പറഞ്ഞതുപോലെ 2004 UPA അധികാരത്തിലേറ്റാനായി അന്ന് കരുത്തുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ആ കരുത്തില്ല. അത്രയും സീറ്റുകൾ മത്സരിക്കാനോ ജയിക്കാനോ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന പാർട്ടി തന്നെയാണ്. അവർക്ക് ഏക പ്രതീക്ഷയുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി കൂടി മത്സരിക്കുകയാണ്. അപ്പോൾ മികച്ച ഒരു ഫൈറ്റ് അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന, CPIക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന അവരുടെ ഒരു സീറ്റിലേക്ക് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ്. BJPക്കെതിരെ ഏറ്റവും നന്നായി സംസാരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ, രാഹുൽ ഗാന്ധി ആണെങ്കിൽ BJPയുമായി സ്ട്രെയിറ്റ് ഫൈറ്റ് നടക്കുന്ന, ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കക്ഷി പോലും ഇല്ലാത്ത അമേഠിയിൽ പോയി മത്സരിക്കണമായിരുന്നു. അമേഠിയിൽ എന്തായാലും CPIM പോയി മത്സരിക്കില്ല, CPI പോയി മത്സരിക്കില്ല, സമാജ്വാദി പാർട്ടി പോയി മത്സരിക്കില്ല, മറ്റ് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളൊന്നും പോയി മത്സരിക്കില്ല. അമേഠിയിൽ രാഹുൽ ഗാന്ധി വേഴ്സസ് സ്മൃതി ഇറാനി, ആ ഒരു അനൗൺസ്മെന്റ് നാളെ CEC ചേരുമ്പോൾ കോൺഗ്രസ് അറ്റ്ലീസ്റ്റ് എത്തുകയെങ്കിലും വേണം. അല്ലാത്ത പക്ഷം പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളൊക്കെ നിലനിൽക്കുകയാണ്. മുന്നണി മര്യാദ എന്നുള്ളതല്ല, കൃത്യമായി എതിരിടുന്നത് ആരെയാണ്? രാഹുൽ ഗാന്ധി നേരിട്ട് വെല്ലുവിളിക്കുന്നത് അദാനിയുടെ വിഷയത്തിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരെ നോക്കി ചോദിച്ച രാഹുൽ ഗാന്ധി എന്നൊക്കെ KC വേണുഗോപാൽ ഇന്ന് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ആലപ്പുഴയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ അമേഠിയിൽ മത്സരിക്കാതിരുന്നത്? ആദ്യം അനൗൺസ് ചെയ്യേണ്ടത് അമേഠിയിലെ മത്സരമാണ്. ഒരു തവണ തോറ്റപ്പോഴേക്കും ധൈര്യം പോയോ രാഹുൽ ഗാന്ധിക്ക്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു വാചകം കൂടി, മുഖ്യമന്ത്രി BJPക്കൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴാണ് BJPക്കൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചത്? അല്ലെങ്കിൽ BJPയുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാദം. എപ്പോഴാണ് BJPയുടെ ഭാഷയിൽ, സംഘപരിവാറിന്റെ ഭാഷയിൽ പിണറായി സംസാരിച്ചത്? പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെക്കുറിച്ച്, LDF നടത്തിയ സമരങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകളല്ല കോൺഗ്രസ്. കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി എന്തായാലും കേരളത്തിലെ കാര്യങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാകുമല്ലോ രാഹുൽ ഗാന്ധിക്ക്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക്. AICCയിലെ മറ്റ് നേതാക്കൾക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ വന്നിരുന്നിട്ട് പറയുന്നതാണോ എന്ന് തോന്നിപ്പോയി ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ. അതായത് ഒരു ആരോപണം വരുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ ഈ മുന്നണി ഇല്ല എന്ന് മനസ്സിലാക്കാതെ കൊണ്ടുള്ള പക്വതയില്ലാത്ത പ്രതികരണം ആദ്യം രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നു, കണ്ണൂരിൽ, ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു, പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന്. അപ്പോൾ ആങ്ങളെയും പെങ്ങളും കൊള്ളാം
എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ നിലപാട്. പിന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർ ടീമിലുണ്ടെങ്കിൽ മത്സരങ്ങൾ ജയിക്കാനാകില്ല. പ്രിയങ്ക ഗാന്ധി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആരെയാണ് ഉദ്ദേശിച്ചത്? പ്രിയങ്ക ഗാന്ധി ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാക്കണം. കോൺഗ്രസിൽ തന്നെയുള്ള ആരെയെങ്കിലും ആണോ? കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളൊരു ക്യാമ്പയിൻ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർ ടീമിലുണ്ടെങ്കിൽ മത്സരങ്ങൾ ജയിക്കാനാകില്ല എന്ന് ഒരു സ്വയം വിമർശനത്തോടെ സ്വന്തം പാർട്ടിയെക്കുറിച്ചുള്ള ഒരു വിമർശനമായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞതാണോ എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയോടുള്ള ചോദ്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അടുത്ത വരിയിൽ പറയുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പിണറായി വിജയൻ ഇത്രയും കൊള്ളരുതാത്തവനാണ്, ഒളിച്ചുകളിക്കാരനാണ്, ഇടതുപക്ഷം കൊള്ളാത്തതാണ്. അതേ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വാങ്ങിച്ച് ഭരിച്ചതാണ്, അധികാരത്തിലെത്തിയതാണ് ഒന്നാം UPA. അതും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മറന്നുപോയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്തവണ ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ അധികാരത്തിലേക്ക് എത്താനുള്ള ആ സാധ്യത പോലും കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ ആദ്യമേ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നണിയിലുള്ള ആളുകളെ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന മര്യാദ എന്താണ്? ഒരു മര്യാദയുമില്ല. ഒരു മര്യാദയും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും BJPയെ കുറ്റപ്പെടുത്തിയില്ല എന്നൊക്കെ പറയുന്നത് ബേസ്ലെസ് ആണ്. അങ്ങനെ BJP പോലും പറയില്ല ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. അത് പറയുന്നതിന് മുൻപ് അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണ് നടന്നിട്ടുള്ള സമരങ്ങൾ, എന്തൊക്കെയാണ് എടുത്തിട്ടുള്ള വിഷയങ്ങൾ, അതൊക്കെയൊന്ന് പഠിക്കണ്ടേ, അതൊക്കെയൊന്ന് മനസ്സിലാക്കണ്ടേ? അല്ലാതെ ആരെങ്കിലും എഴുതി തയ്യാറാക്കി നൽകുന്ന കാര്യങ്ങൾ വന്ന് മാസ് ഡയലോഗ് എന്ന രീതിയിൽ പറയുകയും അത് പരിഭാഷപ്പെടുത്തുന്നവർ അതിനേക്കാൾ ഊർജ്ജത്തിൽ പറയുകയും ചെയ്താൽ എല്ലാം ആയോ? കാരണം ജനങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സീതാറാം യെച്ചൂരിയിലേക്ക് കൂടി വരാം. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണ വാചകം. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇടതുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഇടതില്ല. BJPയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇടതായാലും കോൺഗ്രസ് ആയാലും. പക്ഷേ അവരിപ്പോൾ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് നീ എന്നെ പിന്നിൽ നിന്ന് കുത്തുമോടാ എന്ന മട്ടിൽ ഒരു സംശയത്തിൽ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും നമ്മൾ കാണുന്നത്. സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ നമ്മളത് ഡീകോഡ് ചെയ്തെടുക്കണം. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ എന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ കാര്യങ്ങളെ ഡിസ്റ്റർബിംഗ് ഫീച്ചർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ ഡിഫെക്ഷനെ കുറിച്ചും പറയുന്നുണ്ട്. ന്യൂ കോൺഗ്രസ്, BJP എന്ന് പറയുന്നത് ഒരു ന്യൂ കോൺഗ്രസ് ആണ് എന്നാണ് സീതാറാം യെച്ചൂരി കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇന്ന് നരേന്ദ്രമോദി നാൻദഡിലെ റാലിയിൽ പറഞ്ഞ വാചകങ്ങൾ കൂടി ഈ അവസരത്തിലാണ് ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ നാൻദഡിലെ ഇന്നത്തെ പ്രചാരണ റാലിയിൽ വന്നിട്ട് ചോദിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയാണ്, ഞാൻ പോലും പറയാത്ത രീതിയിൽ, ഞങ്ങൾ പോലും പറയാത്ത രീതിയിൽ വിമർശിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സഖ്യത്തെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക? അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാൻദഡിൽ ചോദിച്ചത്. 25% സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുകയാണ്, പരസ്പരം പോരടിക്കുകയാണ്. എന്നിട്ട് അതിൽ ജയിക്കുന്ന ഒരാളാണ് ലോക്സഭയിലേക്ക് പോവുക. അതിൽ ജയിച്ചാൽ, കാരണം മറുഭാഗത്ത് BJP ഉണ്ട്, അപ്പോൾ തമ്മിലടിച്ച് അവിടെ തോൽക്കും, അല്ലെങ്കിൽ BJPക്ക് ഈസിയായി വിട്ടുകൊടുക്കുക. അപ്പോൾ BJPക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇടതുപക്ഷമാണെന്നല്ല, ഇന്ത്യ മുന്നണി മൊത്തത്തിൽ കളി തോറ്റ് ആദ്യമേ തന്നെ മാറി അങ്ങ് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കുത്തുവാക്ക് നിർത്തണം. മുന്നണി മര്യാദ ലംഘനം എന്നല്ല ഇതിനെ പറയേണ്ടത്. മുന്നണിയുമില്ല, മര്യാദയുമില്ല, പരസ്പരം കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? ഇതൊക്കെയാണോ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിഷയം എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഓടിപ്പോകേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചു. അമേഠിയിൽ മത്സരിക്കാൻ ഇനിയും സമയമുണ്ട്. നാളത്തെ CEC മീറ്റിംഗിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അമേഠിയിൽ എന്നവർ അനൗൺസ് ചെയ്തേക്കാം. എന്തായാലും ഇവിടുത്തെ പിണറായി വിജയനെ കുറ്റം പറയുന്ന സമയത്ത് രാജ്യത്ത് 543 സീറ്റിലും മത്സരം നടക്കുന്നുണ്ടെന്നും അത് ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലാണെന്നും രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിക്ക് അത് അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ഡോക്ടർ അരുൺ ഉണ്ണി സാർ, ഈ ഒന്നാമത്തെ കാര്യം ചില ഈ അരുൺ ഒരു കാര്യം കൂടി സുജയ കൂട്ടിച്ചേർക്കാനുള്ളത് ഉണ്ട്. ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2-3 കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രം പിഴച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്ന്, ഈ ഭാരത് ജോഡോ ന്യായയാത്രയുടെ 2ാം ഘട്ടം ചാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ തീയതിയും സമയക്രമവും നിശ്ചയിച്ചത് തന്നെ ഒരു വലിയ പ്രചരണത്തിൽ വന്നിരിക്കുന്ന ഒരു പാളിച്ചയായിരുന്നു. കാരണം വളരെ തിരക്കിട്ട് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ അടക്കമുള്ള ഈ തിരഞ്ഞെടുപ്പിന് മുൻപേയുള്ള കൂടിയാലോചനകൾ നടക്കേണ്ട സമയത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ട സമയത്തും രാഹുൽ ഗാന്ധിയും ഒരു വലിയ പാരഫർണേലിയും ഒരു വലിയ സംഘവും ഈ പറയുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ 2ാം ഘട്ടത്തിലായിരുന്നു. ആദ്യ യാത്രയുടേത് പോലെയുള്ള അറ്റൻഷൻ 2ാം ജോഡോ ന്യായയാത്രയിൽ കിട്ടിയിട്ടില്ല എന്നത് നമ്മൾ ഓർമ്മിക്കണം.
രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരാജയം എന്ന് പറയുന്നത്, നോക്കൂ, ഈ പ്രചരണത്തിന്റെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ഒരു ഘട്ടം കഴിഞ്ഞു. ഫസ്റ്റ് ഫേസിൽ ഏറ്റവും നിർണായകമായ 102 മണ്ഡലങ്ങളിലേക്കുള്ള വിധിയെഴുത്ത് നടന്നു. അതിൽ UP-യിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്, ബീഹാറുണ്ട്, മധ്യപ്രദേശുണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും ഒരു തവണ പോലും രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു റോഡ് ഷോ പോലും നടത്തിയിട്ടില്ല. ബീഹാറിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുവരെയും RJD സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും പ്രചരണത്തിനിറങ്ങാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് തേജസ്വി യാദവിന്റെ ഒരു സിംഗിൾ മാൻ ഷോയാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും രണ്ടാമത് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന്റെ ഭാഗമായി മൂന്നാമത്തെ തവണ കേരളത്തിൽ വരികയും ആ 3 തവണ വരുന്നതിൽ 2 തവണയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇന്ത്യ മുന്നണിയുടെ ഒപ്പം നിലപാട് തറയിൽ നിൽക്കുന്ന ഒരു സഹകരണ കക്ഷിയായി CPM-നെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്നതാണ് രണ്ടാമത് പ്രചരണത്തിൽ സംഭവിച്ചു പോയ പാളിച്ച. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായി പിണറായി വിജയൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പക്വമായ രാഷ്ട്രീയമായ മറുപടി നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോയി എന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു സംവാദമാകുമായിരുന്നു എപ്പോഴായിരുന്നെങ്കിൽ എങ്ങനെയാണ് തങ്ങൾ മോദി സർക്കാരിന്റെ വർഗീയമായ അജണ്ടകളെ നേരിട്ടത് എന്ന് കോൺഗ്രസ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ കോൺഗ്രസിന് അവിടെ ഒരു പരിമിതിയുണ്ട്. അത് നമ്മൾ കമൽനാഥിന്റെ റാലിയിൽ കണ്ടതാണ്. ഭോപ്പാലിൽ ആദ്യത്തെ റാലി നിശ്ചയിക്കുമ്പോൾ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു റാലി സംഘടിപ്പിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്ന്, അഥവാ ആ റാലിയിൽ DMK-യുടെ പ്രതിനിധി ആരെങ്കിലും പങ്കെടുത്താൽ അത് മധ്യപ്രദേശിൽ തന്റെ രാഷ്ട്രീയ സാധ്യതയെ ബാധിക്കുമെന്ന് കണ്ട് അത് മറ്റു മുന്നണികളിലെ ഒരാളോട് പോലും ആലോചിക്കാതെ ഒറ്റയ്ക്ക് വിമാനത്താവളത്തിൽ വെച്ച് റദ്ദു ചെയ്തയാളാണ് കമൽനാഥ്. അതാണ് മധ്യപ്രദേശിൽ നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതാണ് ഈ പ്രകടന പത്രികയിൽ ആ വാക്ക് ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകടന പത്രികയിൽ ആദ്യഘട്ടത്തിന്റെ കരടിൽ വരുമ്പോൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഫൈനലായി തീരുമ്പോൾ, ആ കരട് യഥാർത്ഥ പ്രകടന പത്രികയായി തീരുമ്പോൾ എന്തുകൊണ്ടാണ് അത് പിൻവലിക്കപ്പെട്ടത്? ആരുടെ സമ്മർദ്ദമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്? അയോധ്യയിലേക്ക് പോകാൻ മത്സരിക്കുന്ന കോൺഗ്രസുകാരാകുമ്പോൾ, അവിടെ വെള്ളിക്കെട്ടകൾ കൊണ്ടുപോകാൻ മത്സരിക്കുന്ന കോൺഗ്രസുകാരാകുമ്പോൾ സ്വാഭാവികമായും CPM എടുത്ത നിലപാടിനോടൊപ്പം തങ്ങളുടെ നിലപാട് വരില്ലെന്ന ബോധ്യം അവർക്കുണ്ട്. പക്ഷെ അതിനേക്കാളും അപ്പുറം, കേരളത്തിനും അപ്പുറം മറ്റിടങ്ങളിലെ മത്സരത്തെ അവർ ഭയക്കുന്നു. അവിടെ തങ്ങളുടെ നിലപാട് പൂർണ്ണമായും BJP-ക്കെതിരെ ആകുമ്പോഴും വർഗീയ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്താൽ അത് മൃദു ഹിന്ദു വോട്ടുകളെ തന്നിൽ നിന്ന് അകറ്റുമെന്നുള്ളത് കോൺഗ്രസ് ഭയക്കുന്നു. അതുകൊണ്ട് ആരോഗ്യപരമായിരുന്ന ഒരു ആശയ സംവാദത്തെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്കും ഇതുവരെയും തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാത്ത ഈ സ്വർണ്ണക്കടത്തുമായും കരുവന്നൂരുമായും ഒപ്പം തന്നെ എക്സാലോജിക്കുമായും ബന്ധപ്പെടുത്തി വ്യക്തിപരമായി ഇത് ചുരുക്കുകയാണ് ചെയ്തത്. അതായിരുന്നില്ല കേരളത്തിന് ആവശ്യം എന്നതാണ് എന്റെ ടേക്ക്. ഓക്കെ, ഉണ്ണി സാർ. അല്ല, ബ്രേക്ക് ഉണ്ടോ? ഉണ്ണി സാർ, നമുക്കത് പൂർത്തിയാക്കി. ഓക്കെ, ശരി. ഇപ്പം ഞാനിവിടെ ഒരു കാര്യം കൂടി വിശദീകരിച്ചേക്കാം. ഇപ്പോൾ ഒരു കാലത്തും ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസുമായി ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇപ്പോൾ 2004 UPA ആണ് അധികാരത്തിലിരുന്നത്. അവരെ പുറത്തു നിന്നാണ് ഇടതുപക്ഷം പിന്തുണച്ചത്. അന്നൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്? UPA ലെഫ്റ്റ് കോർഡിനേഷൻ സമിതി, ഏകോപന സമിതി എന്നുള്ളത്. അതായത് UPA-യുടെ പ്രതിനിധികളും അതേപോലെ ലെഫ്റ്റിൻ്റെ പ്രതിനിധികളും കൂടി ഒരുമിച്ചിരുന്ന് ചില പരിപാടികൾ തയ്യാറാക്കുകയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ യോജിച്ച് നിന്നുകൊണ്ട് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും UPA എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായി ഒരു കാലത്തും ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നിട്ടില്ല. കോൺഗ്രസുമായി അങ്ങനെ ഒരു മുന്നണി ബന്ധം CPM ഒരു കാലത്തും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉള്ളത് 1996-ലാണ്. 1996 ഐക്യമുന്നണി സർക്കാരിൽ CPI മന്ത്രിമാരുണ്ടായിരുന്നു. CPI മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ CPIയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഇന്ദ്രജിത് ഗുപ്തയായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി, ചതുരാനൻ മിശ്രയാണ് അന്ന് കൃഷിമന്ത്രി. അവിടെ ഏറ്റവും 2 പ്രധാനപ്പെട്ട നേതാക്കൾ അന്ന് കോൺഗ്രസ് പിന്തുണയോടുകൂടി ഭരിച്ച ഐക്യമുന്നണി സർക്കാരിൽ ഭാഗമായിരുന്നു. അന്ന് കോൺഗ്രസ് പുറത്താണ്, പക്ഷേ അത് സോഷ്യലിസ്റ്റുകൾ നേതൃത്വം കൊടുത്തൊരു സർക്കാരാണ്. അവിടെയും CPM പുറത്തു നിൽക്കുകയാണ് ചെയ്തത്. CPM അതിൽ പങ്കാളികൾ ായിട്ടില്ല. അപ്പം ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന കോൺഗ്രസുമായി ഒരു മുന്നണിക്കുള്ളിൽ പ്രവർത്തിച്ച ഒരു സംഭവമേ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷം നിലപാടെടുക്കുക. ആ മുന്നണിയുടെ ഭാഗമായി ഇനിയിപ്പം നമ്മൾ 2024 BJP പുറത്താവുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സെനാരിയോയിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇടതുപക്ഷ ആളുകൾ കയറിയിട്ട് ആ മന്ത്രിസഭയുടെ ഭാഗമാകുമെന്ന്. അത് കോൺഗ്രസ് ആണ് അതിൻ്റെ ലീഡർഷിപ്പ് ഉള്ളതെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു മന്ത്രിസഭയാണ് ഉണ്ടാവുക. അതിനകത്ത് ഒരു കാരണവശാലും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഉണ്ടാവില്ല. കാരണം കോൺഗ്രസും അല്ല,
പറഞ്ഞു തീർക്കണം. കോൺഗ്രസും പിന്നെ CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാത്ത രണ്ട് രാഷ്ട്രീയ ധാരകളാണ്. ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല അവർക്ക്. ഇപ്പം കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളെ CPM-ന് പിന്തുണയ്ക്കാൻ പറ്റുമോ? CPM-ന്റെ നയങ്ങളെ കോൺഗ്രസിന് പിന്തുണയ്ക്കാൻ പറ്റുമോ? അവർ മുഖാമുഖം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ്. എന്നാൽ ഇന്ന് രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് വിഭാഗീയതയുടെ രാഷ്ട്രീയം, അത് ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയം, അത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയം, അത് എല്ലാത്തരം മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന രാഷ്ട്രീയം, അത് ഭൂരിപക്ഷം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ എതിർക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും CPM-ഉം ഒക്കെ ഒന്നിച്ചു വരുന്നത്. ആ ഒന്നിച്ചു വരവിന് നമ്മൾ ചെറുതായി കാണേണ്ട, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യയിൽ ആ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു വരുന്നൊരു സാഹചര്യം ഇതിനു മുമ്പ് 2019 കാണാത്തൊരു വലിയ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയല്ലേ ഏറ്റവും വലിയ പാർട്ടി, അവിടുത്തെ BJP കഴിഞ്ഞാൽ. അതേപോലെ തന്നെ BSP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവിടെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ പാർട്ടിയല്ലേ ശിവസേന, അതിൻ്റെ പകുതി അങ്ങോട്ട് പിളർത്തിക്കൊണ്ട് പോയെങ്കിലും ശിവസേന ആരുടെ സഖ്യകക്ഷിയായിരുന്നു? BJP-യുടെ സഖ്യകക്ഷിയായിരുന്നു. ആ സഖ്യകക്ഷിയാണ് ഇപ്പോൾ കളം മാറിയിട്ട് പ്രതിപക്ഷത്തെത്തിയിരിക്കുന്നത്. RJD ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്, അവിടുത്തെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇന്ത്യ ബ്ലോക്കിലേക്ക് നിൽക്കുന്നത്. ഇവിടെ പോയിട്ട് പിന്നെ പഞ്ചാബിൽ പോയിട്ട് എന്താ സ്ഥിതി? ശിരോമണി അകാലിദളിനെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥയാണ് SIDയുടെ അവസ്ഥ. അവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയും ഈ പറയുന്ന പിന്നെ കോൺഗ്രസുമാണ്. ഇതുപോലെ തൃണമൂൽ കോൺഗ്രസ് അല്ലേ പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. BJP അവിടെ രണ്ടാം കക്ഷിയാണെന്ന് സമ്മതിക്കുമ്പോഴും ആ പാർട്ടി എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യ ബ്ലോക്കിന്റെ കൂടെയാണ്. തമിഴ്നാട്ടിലെ DMK അല്ലേ ഏറ്റവും വലിയ പാർട്ടി, ആ പാർട്ടി നിൽക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ കൂടെയാണ്. AIDMK NDA മുന്നണി വിട്ടു. ഈ അവസ്ഥയാണ്. ബിജു ജനതാളുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചല്ലോ, എന്താ പറ്റിയത്? ബിജു ജനതാൾ തയ്യാറായില്ല. കാരണം BJP-യുമായി ഏതൊക്കെ പാർട്ടികൾ സഖ്യം ചെയ്തിട്ടുണ്ടോ ആ പാർട്ടികളൊക്കെ കാലാന്തരത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ശിവസേനയുടെ കാര്യത്തിൽ കണ്ടു, അത് നമ്മൾ BJD-യുടെ കാര്യത്തിൽ അവരെ തകർക്കാൻ നോക്കിയപ്പോൾ അവരിട്ടിട്ട് പോയി, ശിരോമണി അകാലിദളിന്റെ കാര്യത്തിൽ കണ്ടു, TRS-ന്റെ കാര്യത്തിൽ കണ്ടു. ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളുമായും എപ്പോഴൊക്കെ BJP ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ കാലാന്തരത്തിൽ അവരേക്ക് ഇല്ലായ്മ ചെയ്തിട്ടുള്ള ഉത്തമ ബോധ്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി അവർ മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഭരണഘടനാ മൂല്യങ്ങൾ കാറ്റിൽ പറത്തപ്പെടുമെന്നും പ്രതിപക്ഷം ഒന്നടങ്കം തുറുങ്കിലടക്കപ്പെടുമെന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ട് വരുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഇന്നിപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും CPM-ഉം ഒന്നിച്ചിരിക്കുന്നത്. അല്ലാതെ അവരൊരു ആദർശപരവും ആശയപരവുമായ ഐക്യമുണ്ടാക്കി ഒന്നിച്ച് ചേർന്നിരിക്കുകയല്ല. ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമെന്ന്. ഓക്കെ, മുന്നണി മര്യാദ ലംഘിച്ചോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ലംഘിച്ചു എന്ന് ഡോക്ടർ അരുൺ അഭിപ്രായപ്പെടുന്നു, ലംഘിച്ചില്ല എന്ന് ഞാനും ഉണ്ണിസാറും അഭിപ്രായപ്പെടുന്നു. അത് വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് മാത്രം. അതെ.